ഇന്ന് ഒരു നിർണായക ദിനമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു അനാലിസിസിന് തയ്യാറെടുക്കുന്ന വിഷയങ്ങളും. ഇപ്പോൾ ജനീവയിൽ ഒരു ചർച്ച നടക്കുകയാണ്. ലോകത്തിന്റെ തന്നെ ഭാവി മാറ്റിമറിക്കുന്ന ഒരു ചർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് നിമിഷവും ഏറ്റുമുട്ടുന്ന അവസ്ഥയിലാണ്. പടക്കപ്പലുകൾ വിന്യസിച്ച അമേരിക്കയും അതിനെ നേരിടാൻ ഇറാനും പിന്തുണ കൊടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒരു സംഘർഷഭരിതമായ മിഡിൽ ഈസ്റ്റ്, അതിൻ്റെ ഒരു സമാധാന ചർച്ച, ത്തിലേക്ക് നീങ്ങണ്ട എന്നുള്ള ഒരു ചർച്ച ഇന്ന് ജനീവയിൽ നടക്കുകയാണ്. ആ ജനീവയിലെ ചർച്ചയിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരഗ്ജി, ഒപ്പം തന്നെ US മിഡിൽ ഈസ്റ്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ, ഒപ്പം തന്നെ ഒമാന്റെ വിദേശകാര്യ മന്ത്രി തുടങ്ങിയവരെല്ലാം തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ പറഞ്ഞത് തങ്ങൾ സമാധാന ആവശ്യങ്ങൾക്കുള്ള ഈ സമ്പുഷ്ട ആണവ ആ ഒരു നിർമ്മാണം മുൻപോട്ട് തുടരുക തന്നെ ചെയ്യും. പക്ഷെ ഒരുപാട് വിട്ടുവീഴ്ച ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്ന അമേരിക്കയുമായിട്ട് ഞങ്ങൾ ഒരു കരാറിലെത്താൻ തയ്യാറാണ്, അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറാണ് തുടങ്ങി എണ്ണ കച്ചവടം വരെ. കാരണം ട്രംപിന് വലിയ താല്പര്യമുള്ള ഒന്നാണ് എണ്ണയുടെ ബിസിനസ്സും മറ്റുമൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ വരെ ഇറാൻ ഏതാണ്ടൊക്കെ സമ്മതിച്ച മട്ടിലാണ് ചർച്ചയ്ക്ക് പോകുന്നത്. അവിടെ ഇറാന് വലിയ ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ട് അവര് ഈ ചർച്ച തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഇന്നലെ വൈകിട്ട് മുതൽ ഹോർമിസ് കടലിടുക്കിൽ വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തുകയാണ്, സൈനിക വിന്യാസം നടത്തുകയാണ്. അതിനെക്കുറിച്ച് അരാഗ്ജി പറഞ്ഞത്, അവിടെ ഞങ്ങൾ സുശക്തമാണ്, അവിടെ ഞങ്ങളുടെ രഹസ്യ നിരീക്ഷണങ്ങളും മറ്റും തുടരുകയാണ്. കാരണം അതിനടുത്ത് ഈ അമേരിക്കൻ പടക്കപ്പലുകളും മറ്റുമുണ്ട്. അതായത് ഇറാന് പൂർണ്ണമായ ഒരു വിശ്വാസമില്ല ഈ ചർച്ച വിജയിക്കുമെന്ന്. പക്ഷെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇറാൻ ചെയ്തിട്ടുമുണ്ട്. ഇറാൻ പറയുന്നത്, ഇല്ലെങ്കിൽ അതിന് മധ്യസ്ഥത നിൽക്കുന്നവർ കരുതുന്നത്, ഈ അമേരിക്ക ഇറാനും ആയി ചർച്ച ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്താൽ 2015 സമാനമായിട്ടുള്ള ഒരു കരാറിലെത്തപ്പെട്ടേക്കാം. പക്ഷെ ഇതിനിടയിൽ ഇസ്രായേൽ വിഷയം കൂടി ചർച്ച ചെയ്യുകയാണെങ്കിൽ എല്ലാം പൊളിഞ്ഞെടുങ്ങും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ജൂത സംഘടനകളുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സദസ്സിനോടായി ചോദിച്ചത്, അടുത്ത ആഴ്ച നമുക്കൊരു VIP സന്ദർശനം നടത്തുന്നുണ്ട്, ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അവിടെ അദ്ദേഹം പറയുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, 140 കോടി ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ ലോകാരാധ്യനായ നേതാവ് നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുന്നു. ഇസ്രായേലിലെ സെനറ്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ മാസം 25, 26 തീയതികളിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനമെന്ന് പറയുകൂടി ചെയ്തപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. കാരണം ഇത്തരം ഒരു സന്ദർശനത്തിനെ കുറിച്ച്, അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. മാർച്ച് അവസാനത്തോടുകൂടി ഇദ്ദേഹം ഇവിടെ എത്തും, ചില കരാറുകളിലൊക്കെ ഒപ്പിടുമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യം, ലോകത്തിന്റെ തന്നെ ഏറ്റവും ആരാധിക്കുന്ന, ഇല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഏറ്റവും ആരാധ്യനായ നേതാവാണ് ഇവിടെ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ നേതാവ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല, വലിയ ബന്ധം തന്നെയാണ് ഉള്ളത്. അദ്ദേഹം 2017 വന്നതും നമ്മൾ കണ്ടതാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ജർമ്മന്റെ ഭരണാധികാരികൾ ഇവിടെ എത്തിയിരുന്നു, അവരുമായി ഞങ്ങൾ ചർച്ച നടത്തി. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്, ഇസ്രായേൽ ഇല്ലാതെ ലോകത്ത് ഒന്നും തന്നെയില്ല. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ സംയുക്തമായിട്ടാണ്, ഇസ്രായേലിന്റെ ടെക്നോളജിയും അമേരിക്കയുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആയുധങ്ങൾ മറ്റും നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായി നമ്മൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ഇസ്രായേൽ സ്വന്തമായി തന്നെ ആയുധം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതായത് നമ്മളുടെ ടെക്നോളജിയിൽ നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ മറ്റിടങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വാർത്ത, അതായത് ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല നരേന്ദ്രമോദി ഇങ്ങനെ ഇസ്രായേലിലേക്ക് പോകുന്നൊരു കാര്യം. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ 2025 അവസാനം തന്നെ ഇസ്രായേലുമായിട്ട് ഇന്ത്യ ഒരു വലിയ കരാർ തന്നെ ഒപ്പിട്ടിരുന്നു എന്നാണ്, ആയുധങ്ങളെ സംബന്ധിച്ച്. അതായത് ഐസ് ബ്രേക്കർ മിസൈൽ ഉൾപ്പെടെ ഇസ്രായേലിന്റെ വിവിധ തരത്തിൽ ഉപയോഗിക്കാവുന്ന മിസൈലുകളുടെ ഒരു വലിയ ശേഖരത്തിന് തന്നെ ഇന്ത്യ ഓർഡർ നൽകിയിരുന്നു. ഇപ്പോൾ ഫ്രാൻസ് കഴിഞ്ഞാൽ അടുത്ത ആയുധം വാങ്ങുന്ന രാജ്യമായി ഇസ്രായേൽ ഇതോടുകൂടി ഉയർന്നിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഇവിടെ പ്രധാനമായ ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് സുഹൃത്ത് രാഷ്ട്രമാണ്. അവിടെ ഇറാനും അമേരിക്കയും ഏറ്റുമുട്ടാൻ പോകുന്നു. അവിടെ ഇസ്രായേൽ കൂടി ഒരുപക്ഷെ ഇടപെടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുമ്പോൾ ചർച്ചയാകുമോ ഇറാൻ ഇസ്രായേൽ സംഘർഷം
ഇല്ലെങ്കിൽ ഇറാൻ അമേരിക്ക സംഘർഷം ചർച്ചയാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന്, പലസ്തീൻ വിഷയം ചർച്ചയാക്കുമോ എന്നൊരു വിഷയം വരുന്നുണ്ട്. പക്ഷേ പലസ്തീൻ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതകളൊന്നും തന്നെ നിലവിൽ ഇല്ല. കാരണം സ്വതന്ത്ര പാലസ്തീനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഗസ സമാധാന ഉടമ്പടികളും മറ്റുമൊക്കെ ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നു. അവിടെ ഇപ്പോഴും സംഘർഷം നടക്കുന്നു. ഈ സാഹചര്യത്തിൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഇടപെടാൻ യാതൊരു സാധ്യതകളും നിലനിൽക്കുന്നില്ല. മുൻപും അത്തരത്തിൽ തന്നെ നമ്മൾ ഇടപെട്ടിരുന്നുമില്ല. ഒരുപക്ഷെ അമേരിക്ക ഇറാൻ സംഘർഷവും അതുമൂലം ഉണ്ടാകാവുന്ന പ്രത്യാഘാതവും ചർച്ചയായേക്കാം. പ്രധാനമായി ഇന്ത്യ ഇസ്രയേലിലേക്ക് പോകുന്നത് കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. കാരണം ഇസ്രയേലുമായിട്ടൊരു ഫ്രീ ട്രേഡിംഗ് കരാർ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ കരാർ മാത്രമല്ല, വലിയ ഒരു നിക്ഷേപം ഇന്ത്യയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് എത്തിയിരിക്കുന്ന മാക്രോൺ, അതായത് ഫ്രാൻസിന്റെ ഭരണാധികാരി, ഇന്ത്യയിൽ എത്തിയപ്പോൾ പുറത്തു വന്ന വാർത്ത, റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യൻ പങ്കാളികളെ തേടുന്നു. ഒരുപക്ഷെ ടാറ്റയ്ക്കോ മറ്റോ ആ ഡീല് കിട്ടിയേക്കാം. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ് റഫേൽ എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ നിലവിൽ ഇതിനോടകം തന്നെ അവരുടെ പല ആയുധങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് അവർ വലിയ നിക്ഷേപം തന്നെ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഇസ്രായേലിൽ നിന്ന്, കാരണം നമുക്കറിയാം ലോകത്തെമ്പാടും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്ന ജൂത വിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ ജൂതരാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത്. അമേരിക്കയിലായാലും മറ്റ് മിഡിൽ ഈസ്റ്റിലായാലും ഒക്കെ അനവധി കമ്പനികളിൽ ജൂതന്മാർക്ക് രഹസ്യമായും പരസ്യമായും നിക്ഷേപങ്ങളുണ്ട്. ഈവൻ ചൈനയിൽ പോലും വലിയ നിക്ഷേപങ്ങൾ ജൂതർക്ക് ഇടയിലുണ്ട്. ചൈനയിലുള്ള നിക്ഷേപങ്ങൾ ജൂത നിക്ഷേപകർ പിൻവലിച്ച് തുടങ്ങിയ ഒരു അവസ്ഥയുണ്ട്. ചൈനയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല. ചില ബാങ്കിങ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്താണ് ഇസ്രായേൽ അവരുടെ വലിയൊരു നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റാൻ ആയിട്ടുള്ള നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെ നമുക്കിതിനെ കരുതണം. ഇവിടെ നരേന്ദ്രമോദിയുടെ ഈ ഒരു ഇസ്രായേൽ സന്ദർശനം വലിയ രീതിയിൽ തന്നെ ലോകം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം നിലവിൽ അമേരിക്ക ഇറാൻ സംഘർഷം നിലനിൽക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി, ഒപ്പം തന്നെ അമേരിക്കയുമായുള്ള ബന്ധം, യൂറോപ്യൻ യൂണിയൻ ആയിട്ട് ഒരു കരാർ ഒപ്പിട്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായിട്ടുള്ള ഒരിടത്തേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടതും ഇസ്രായേൽ തന്നെയാണ്. അവിടെ എത്തുന്നു എന്ന് മാത്രമല്ല, അവരുടെ സെനറ്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗസ സമാധാന കമ്മിറ്റിയിലേക്ക് ഇന്ത്യ ക്ഷണിച്ചിരുന്നു. ഇന്ത്യ പോകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. പക്ഷേ ഇന്ത്യ പറയുന്നത് അങ്ങനെ ഒരു ക്ഷണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ടാണോ നരേന്ദ്രമോദി എത്തുന്നതെന്ന് അറിയില്ല. ഏതായാലും 2 ദിവസത്തെ വമ്പൻ കരാറുകൾക്കൊപ്പം ചില സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാം. കാരണം ഇന്ത്യയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വിശ്വസ്തരായിട്ടുള്ള 2 പങ്കാളികളാണ്, ഒന്ന് റഷ്യയും മറ്റൊന്ന് ഇസ്രായേലും. ഇവിടെ ആണ് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത. കാരണം ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാറി മറിയുന്ന ഒന്ന്. ഇന്ന് നടക്കുന്ന ചർച്ച ഏത് രീതിയിൽ പോകുമെന്നറിയില്ല. ഏതായാലും നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിതമായിട്ടൊരു വിസിറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് മറ്റ് നമ്മളുടെ മാധ്യമങ്ങളൊന്നും അല്ല റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പുറത്തുവിടുമ്പോഴാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത അറിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾക്കൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത് PRD മറ്റുമൊക്കെ അതിൻ്റെ വാർത്താ കുറിപ്പുകൾ ഇറക്കുകയും വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയാകുകയും ആഘോഷമാകുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അവരുടെ സെനറ്റിനെ, അവരുടെ പാർലമെന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും എന്ന് മാത്രമാണ്. ആ അഭിസംബോധനയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇറാൻ വിഷയങ്ങൾ ചർച്ചയാകുമോ? ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? ഗസയിലെ എന്തായിരിക്കും നിലപാട്? ഇങ്ങനെയൊക്കെയുള്ള അനവധി ചോദ്യങ്ങളുണ്ട്. ഏതായാലും കാത്തിരിക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ സംഭവിച്ച ആ വലിയ 2 വാർത്തയുടെ ബാക്കിയുള്ള പിന്നാമ്പുറങ്ങളിലേക്ക്. ഇത് തന്നെയാണ് ഇന്നത്തെ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ പോയിന്റും. നന്ദി, നമസ്കാരം.